ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഒരു കുക്കിംഗ് റെസിപ്പിയാണ് കേട്ടോ. ഇന്ന് ഞാനൊരു റവ കേസരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ആദ്യമായിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. എന്താ അവസ്ഥ എന്നൊന്നും അറിയില്ല. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പോൾ കേസരി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഞാനിപ്പോൾ എടുത്തു വെച്ചിട്ടുള്ളത് കേട്ടോ. പഞ്ചസാര, ഗീ, റവ, വാട്ടർ, നട്ട്സിൽ നമുക്ക് വന്നിട്ടുള്ളത് കാഷ്യൂനട്ടും മുന്തിരിയാണ്, ഉണക്കമുന്തിരിയാണ്. പിന്നെ മിൽക്കാണ്. മിൽക്ക് ഓപ്ഷനിലാണ്. ഞാൻ മിൽക്ക് യൂസ് ചെയ്തിട്ട് റവ കേസരി ഉണ്ടാക്കാമെന്നാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ അത് പാളിപ്പോയി, പിന്നാലെ പറയാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം ആവശ്യമായിട്ട് ഇപ്പോൾ നമുക്ക് നട്ട്സൊക്കെ വറുത്ത് കോരി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഗീ നമ്മൾ ചൂടായ പാനിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. അതിനുശേഷം നമ്മൾ നട്ട്സ് ആവശ്യത്തിന് നിങ്ങൾക്ക് ആവശ്യാനുസരണം ഇടാം. ഇത് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ്, അല്ലായിരുന്നെങ്കിൽ ഞാൻ ഇടില്ല. എനിക്ക് ഈ പായസത്തിലാണെങ്കിലും ഇതുപോലുള്ള ഇതിലൊന്നും എനിക്ക് പുഡിങ്ങിലൊന്നും ഇങ്ങനെ നട്ട്സ് ഇടുന്നത് വലിയ ഇഷ്ടമല്ല, പ്രത്യേകിച്ച് മുന്തിരി വലിയ താല്പര്യമില്ല. വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാനിത് ഇടുന്നു എന്നുള്ളൂ കേട്ടോ. ഇത് നോർമലി ഇടാറുണ്ട്. നട്ട്സ് ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ ഇത് യൂസ് ചെയ്യാം, ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ഇത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഓക്കെ, ഇത് സ്കിപ്പ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാൻ രണ്ടും കൂടിയിട്ട് ഒരുമിച്ച് വറുത്ത് കോരി എടുക്കുക ചെയ്തത്. ഒരുമിച്ച് വറുത്ത് കോരി എടുക്കാണ്ടിരിക്കുകയാണ് ബുദ്ധി, പക്ഷേ എനിക്ക് കുഴപ്പമില്ല. എനിക്ക് ഓക്കെ ഒരുമിച്ച് ഇട്ട് കഴിഞ്ഞാൽ മുന്തിരി ചിലപ്പോൾ കരിയാൻ ചാൻസ് ഉണ്ട്, അതാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ മിൽക്ക് യൂസ് ചെയ്തിട്ടാണ് ആദ്യം പ്ലാൻ ചെയ്തത്. പക്ഷേ നമുക്ക് തലേ ദിവസം ഇവിടെ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം നമുക്ക് നൈറ്റ് പോയിട്ട് മോർണിംഗ് ആണ് കറണ്ട് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മിൽക്ക് കേടായി പോയിരുന്നു. അത് നമുക്ക് ആദ്യം സ്മെല്ലൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഒഴിച്ച് അതൊന്ന് തിളച്ച് വന്ന ടൈമിലാണ് എന്താ പറയുക നമുക്ക് മനസ്സിലായത്, ഒരു പിരിഞ്ഞ പോലെയൊക്കെ കണ്ടു. പിന്നെ നമുക്ക് മാറ്റേണ്ടതായിട്ട് വന്നു. പിന്നെ നമ്മൾ വെള്ളം യൂസ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണ് ചെയ്തത് കേട്ടോ. രണ്ട് ടൈപ്പിൽ ഉണ്ടാക്കാം. മിൽക്ക് യൂസ് ചെയ്തിട്ടും വാട്ടർ യൂസ് ചെയ്തിട്ടും നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. രണ്ട് ടൈപ്പ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും ഒരേ സ്റ്റെപ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ മിൽക്കിന് പകരം നമ്മൾ വെള്ളം ആ ഒരു അളവിൽ തന്നെ വെള്ളം എടുത്താൽ മതി. വലിയ മാറ്റമൊന്നുമില്ല, രണ്ടും ഒരേ ടൈപ്പിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പാൻ ക്ലീൻ ചെയ്തിട്ട് വീണ്ടും നമ്മൾ കുക്കിംഗ് ആരംഭിക്കുകയാണ്. വെള്ളം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ചൂടായി വന്ന പാനിലേക്ക് നമുക്ക് റവ റോസ്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു 3 ടീസ്പൂൺ ഗീ ആണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അതൊന്ന് ചൂടായി വരിക. പ്രത്യേകം ശ്രദ്ധിക്കുക, തീ ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ. കാരണം റവ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ഗ്ലാസ് റവയാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഓൾറെഡി റോസ്റ്റഡ് റവയാണ്. അത് ഞാനൊന്ന് നെയ്യിലിട്ടിട്ടൊന്ന് ചൂടാക്കി എടുക്കുക, അത്രേ ചെയ്യുന്നുള്ളൂ കേട്ടോ. നമ്മൾ ഈ റവ ഒന്ന് നെയ്യിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി, ഓൾറെഡി റോസ്റ്റഡ് റവയാണ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഒരു ഗ്ലാസ് ആണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഏകദേശം ഒന്ന് ചൂടായി വരുമ്പോൾ, നെയ്യിലിട്ടിട്ടൊന്ന് ചൂടായി വരുന്ന ടൈമിലാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ സെയിം ഗ്ലാസ്സിൽ തന്നെ നമ്മൾ 2.5 ഗ്ലാസ് ആണ് വെള്ളം ഞാൻ ചേർക്കുന്നത് കേട്ടോ. 2.5 ഗ്ലാസ് അല്ല കേട്ടോ, ടോട്ടൽ 3 ഗ്ലാസ് വെള്ളം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ഗ്ലാസ് ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, പിന്നെ നമ്മൾ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ടൈമിൽ റവ ഇളക്കി കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അത് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അത് ഇളക്കി കൊടുക്കണം. എനിക്കാണെങ്കിൽ ഇത് വീഡിയോ എടുക്കലും രണ്ടും കൂടിയിട്ട് എനിക്ക് ഫോക്കസ്, നമ്മൾ ഒരു കാര്യത്തിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ചെയ്ത് ശീലമല്ലല്ലോ, രണ്ടും കൂടി ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് ശീലമില്ലാത്തതുകൊണ്ട് തന്നെ ആകെ ഫോൾട്ടാണ് നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നത്. ഞാൻ കുക്കിംഗ് പരിപാടി, വീഡിയോ എടുക്കണ പരിപാടി ഞാൻ നിർത്തിയെന്ന് തന്നെ തീരുമാനിച്ചു, ആ രീതിക്കായി കേട്ടോ. അപ്പോൾ അതിനിടയിൽ നമ്മൾ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ മഞ്ഞപ്പൊടി, ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. മഞ്ഞപ്പൊടിക്ക് പകരം കുങ്കുമപ്പൂ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് അങ്ങനെ കളർ, നമുക്ക് യെല്ലോ കളർ അങ്ങനെ ആ വെള്ളത്തോട് കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഫുഡ് കളർ ചേർക്കാം. ഫുഡ് കളർ നമ്മൾ ചേർക്കാഞ്ഞിട്ടാണ്, നല്ലതല്ലോ. അപ്പോൾ അതിന് പകരം മഞ്ഞൾപ്പൊടി നമ്മൾ ആഡ് ചെയ്തതാണ്, അതാണെങ്കിൽ ഹെൽത്തിനും നല്ലതാണ്. ഓക്കെ, എന്നിട്ട് 1 കപ്പ് പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത്. അത് തൽക്കാലത്തേക്ക് നമ്മൾ 1 കപ്പ് വേണ്ടി വരുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു 3/4 കപ്പ്, കുറച്ച് മാത്രം ബാക്കി വെച്ച് ബാക്കി നമ്മൾ ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മധുരം നമ്മൾ നോക്കിയതിന് ശേഷം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം, മധുരമൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണമാണ് കേട്ടോ. കാരണം നല്ല രീതിയിൽ ഷുഗർ വേണ്ട ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ വളരെ ലൈറ്റ് ഷുഗർ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. അതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് കുറച്ച് കുറവായിരുന്നു. നമുക്ക് മീഡിയം, ഒരു ഓവറും മധുരം നമുക്ക് വലിയ താല്പര്യമില്ല, ഒരു മീഡിയം ലെവലിൽ നിൽക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ച് കുറവുണ്ടായിരുന്നു. നമുക്ക് ഇതിൻ്റെ കറക്റ്റ് അളവെന്ന് പറയുന്നത് ആ ഒരു കപ്പ് നമുക്ക് വേണ്ടി വന്നു. ആ ഒരു കപ്പ് മൊത്തം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
നമ്മളിതിന് മധുരം നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇനി ആഡ് ചെയ്യാം കേട്ടോ. ഒരു പൊടിക്കും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് 1 കപ്പ് ഷുഗർ ഇതിനായിട്ട് മൊത്തത്തിൽ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഒരു നല്ല മധുരമൊക്കെ ആവശ്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ 1 കപ്പും ഒരു കുറച്ച് കൂടുതൽ അങ്ങനെ നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. റവ ഇടുന്ന അവിടെ മുതൽ നമുക്ക് ലോ ഫ്ലെയിമിലായിരിക്കണം നമ്മൾ ഫ്ലെയിം വെക്കേണ്ടത്. ഓക്കെ, നമ്മൾ ഈ വെള്ളം കുറച്ചധികം ചേർക്കുന്നത്. ഇപ്പം ഞാൻ 3 ഗ്ലാസ്, ടോട്ടൽ 3 ഗ്ലാസ് ഞാൻ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. 1 ഗ്ലാസ് റവയ്ക്ക് 3 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റവ അതിൽ കിടന്നങ്ങോട്ട് കുക്ക് ചെയ്ത് വരണം, എങ്കിലാണ് അതിൻ്റെ ടേസ്റ്റ് നമുക്ക് ശരിക്കും അറിയാം. ഓക്കെ, അപ്പം നല്ലോണം കുക്കായി വരണം റവ. അതിന് വേണ്ടിയിട്ടാണ് അത്രയും വെള്ളം നമ്മൾ ആഡ് ചെയ്യുന്നത് കേട്ടോ. നമ്മളിത് മിൽക്കിലും നമുക്ക് ചെയ്തെടുക്കാം. ഞാൻ സ്റ്റാർട്ടിങ് തന്നെ മിൽക്കാണ് ചേർക്കാന്ന് വിചാരിച്ചത്, പക്ഷെ മിൽക്ക് പെട്ടെന്ന് അങ്ങോട്ട് പിരിഞ്ഞു പോയി. നമുക്കിവിടെ ഇന്നലെ കറണ്ട് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് തോന്നുന്നു അതൊന്ന് ചെറിയ കേടായ പോലെ തോന്നിയതുകൊണ്ട് ഒന്ന് മാറ്റി പിടിച്ചതാണ്. നമ്മൾ വെള്ളം ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്, കുക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇതൊന്ന് ടൈറ്റായി വരുന്ന ടൈം നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചുകൂടെ നെയ്യൊന്ന് നമുക്കതിൽ ഇട്ട് കൊടുക്കണം. ഓക്കെ, ഞാൻ ഒരു 2 ടീസ്പൂണാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഓൾറെഡി 3 ടീസ്പൂൺ സ്റ്റാർട്ടിങ്ങിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിന് പുറമെ എക്സ്ട്രാ ലാസ്റ്റിൽ ഒരു 2 ടീസ്പൂണും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നമ്മൾ ഓൾറെഡി വറുത്ത് വെച്ച നട്ട്സ് നമുക്കതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ കുറച്ച് ആഡ് ചെയ്യുന്നുള്ളൂ, ബാക്കി നമ്മൾ ഡെക്കറേഷൻ ആയിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേസരിക്ക് കുറച്ച് കളർ കുറവായിരിക്കും കേട്ടോ. കുറച്ചേ മഞ്ഞൾപ്പൊടി നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ. ഈ ഒരു പരുവാകുമ്പോൾ ചൂടോട് കൂടിയിട്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റണം. ഓക്കെ, തണുപ്പിച്ചെടുക്കേണ്ടതുണ്ട്. ഓക്കെ, നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. നമ്മളൊരു സ്റ്റീലിൻ്റെ പാത്രത്തിലാണ് ഇത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളതിൽ നെയ്യ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് നമ്മളൊന്ന് എല്ലാവരും ഒന്ന് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് മുറിച്ചെടുക്കാൻ നേരത്തെ ഈസി ആയിട്ട് നമുക്കത് കയ്യിൽ കിട്ടും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തേച്ച് വെച്ചിട്ടുള്ളത്. അതിലേക്കാണ് നമ്മൾ കേസരി ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് അത് നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം. എല്ലാ ഭാഗത്തും ആക്കിയിട്ട് നമുക്കൊരു ഫിനിഷിങ്ങോട് കൂടിയിട്ട് ഒന്ന് ആക്കി കൊടുക്കാണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു സ്പൂൺ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ സ്പൂൺ വെച്ചിട്ട് നമ്മളൊന്ന് എല്ലാവരും ഒന്ന് നല്ല ഫിനിഷിങ്ങോട് കൂടി ഒന്ന് ആക്കി കൊടുക്കുക. ഓക്കെ, അത്രയേ ഉള്ളൂ. ഒന്ന് പരത്തി കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ നെയ്യ് തൊട്ടിട്ട് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു കേസരിക്ക് നെയ്യിൻ്റെ ഫ്ലേവർ നന്നായിട്ടുണ്ടാവും. കാരണം 3 സ്റ്റെപ്പായിട്ട് നമ്മൾ നെയ്യ് യൂസ് ചെയ്തിട്ടുണ്ട് ഇതിൽ. സ്റ്റാർട്ടിങ് റവ നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കാനും, അതുപോലെ തന്നെ നമ്മൾ ഷുഗറൊക്കെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഒന്ന് നട്ട്സൊക്കെ ഇടുന്നതിന് മുമ്പായിട്ട് ഒരു 2 ടീസ്പൂൺ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളതൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും നെയ്യ് വെച്ചിട്ട് തന്നെയാണ് നമ്മളത് സെറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഗീയുടെ ഫ്ലേവർ നല്ല ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയാണ്. പിന്നെ മിൽക്ക് യൂസ് ചെയ്തിട്ടാണെങ്കിൽ അടിപൊളിയായിരിക്കും. നമ്മുടെ കേസരിയുടെ അവസാന സ്റ്റേജാണ് കേട്ടോ. നമ്മൾ പാത്രത്തിലൊക്കെ ആക്കി ഇനി തണുക്കാൻ വെക്കണം. ഓക്കെ, ഒന്ന് തണുത്ത് വരുന്ന ടൈമിലാണ് നമുക്കിത് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാണാം. ഗൈസ്, അങ്ങനെ നമ്മുടെ കേസരി റെഡി ആയിട്ടുണ്ട്. ഞാൻ കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയുണ്ട് കേട്ടോ, ഞാനൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഞാൻ എടുത്തിട്ടുള്ളൂ. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, സക്സസ് ആയിട്ടുണ്ട് കേട്ടോ. പാകത്തിന് മധുരമാണ്. മധുരം കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഒരു 1.25 കപ്പ് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. എനിക്കിത് ഓക്കെയാണ്, ഇവിടെയുള്ള ആൾക്കാർക്കും ഓക്കെയാണ്. ഷുഗർ കുറച്ച് മതി. അപ്പോൾ ഇത് പാകത്തിനുള്ള മധുരമാണ് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു പുഡിങ് എന്നുള്ള രീതിക്ക് കഴിക്കാവുന്നതാണ്. ഓക്കെ, കുറച്ചുകൂടെ തണുപ്പിച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേറെ തന്നെ ടേസ്റ്റ് ആണല്ലോ. ഇത് അങ്ങനെ തണുത്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് ചൂടാറിയപ്പോൾ ഞാൻ കട്ട് ചെയ്ത് എടുത്തോന്നേ ഉള്ളൂ കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. താങ്ക്